Praise the Lord. Stotram, 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 stotram. Hallelujah. Stotram, 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 stotram. യേശുവേ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധമേ സ്തോത്രം 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 സ്തോത്രം. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. നിസ്തുല്യനും ഏക സത്യദൈവവും ഏകലോക രക്ഷകനും ഏക പാപമോചകനും ഏക മധ്യസ്ഥനും സർവശക്തനും ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനും ഏക പരിശുദ്ധനും ഇരിക്കുന്നവനും ഇരുന്നവനും എത്രയും വേഗം തനിക്കായി കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഈ സമയം എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് അല്പസമയം ദൈവവചനം ഷെയർ ചെയ്യുവാൻ എന്നെ ക്ഷണിച്ച റാന്നി CM സെന്റർ ഭാരവാഹികളോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമായി ഞാൻ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയാൽ 1993 മുതൽ 1993 മുതൽ 2005 ഇതാണ് നവംബർ മാസം വരെ റാന്നി CM സെന്ററിനുള്ള ബന്ധത്തിൽ ആക്റ്റീവായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് കുടുംബമായി സഹായം ചെയ്തു. 93 ഞാൻ കേരളത്തിൽ കടന്നു വന്ന് ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിലും തുടർന്ന് ദൈവിക ശുശ്രൂഷയുള്ള ബന്ധത്തിലും വിവിധ ഇടങ്ങളിൽ ആയിരുന്ന സമയങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് റാന്നി CMനോട് ബന്ധത്തിൽ സ്തോത്രം പ്രവർത്തിപ്പാൻ ദൈവം അവസരം നൽകുവാനിടയായിട്ടുണ്ട്. ഞാൻ ശുശ്രൂഷിച്ചിരുന്ന സഭകളിലൊക്കെയും വളരെ ആക്റ്റീവായി CMൻ്റെ പ്രവർത്തനങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. സ്തോത്രം. കുഞ്ഞുങ്ങളെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും താലന്ത് പരിശോധന, വിവിധ ക്യാമ്പുകൾ, മറ്റ് ക്രമീകരണങ്ങളൊക്കെയും കുഞ്ഞുങ്ങളെ ഉത്സാഹിപ്പിച്ച് കൊണ്ടുപോയി സംബന്ധിപ്പിക്കുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. ആത്മീക വളർച്ചയും പക്വതയും പ്രാപിപ്പാൻ അത് മുഖാന്തരം അനേക കുഞ്ഞുങ്ങൾക്ക്, യുവക്കൾക്ക് ദൈവം ഇടയാക്കിയിട്ടുണ്ട്. എനിക്കറിയാം CM റാന്നി സെന്ററിന്റെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. നാം ഇവിടെ കാണുന്നത് പോലെ CMന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് യുവജനങ്ങളെ കർത്താവിന് വേണ്ടി വാർത്തെടുക്കുക എന്നുള്ളതാണ്. സ്തോത്രം. അതിൻ്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഉപയോഗിക്കപ്പെടുന്ന അനേക ദൈവദാസന്മാരിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. റാന്നി CMന്റെ പ്രവർത്തനങ്ങൾ, റാന്നി സെന്റർ CMന്റെ പ്രവർത്തനങ്ങൾ മുഖാന്തരമായി ആത്മീക ശുശ്രൂഷയിൽ മുൻപോട്ട് വന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് ഇന്ന് ലോകത്തിൻ്റെ അനേക ഇടങ്ങളിൽ അതിശക്തമായി ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന അനേക ദൈവദാസന്മാരെ എൻ്റെ ഓർമ്മയിൽ വരുന്നു. സ്തോത്രം. ഇന്ന് റാന്നി സെന്ററിന്റെ CMന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഇതിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ രാജേഷ് ചാക്കോ അവർകൾ, സ്തോത്രം. അതുപോലെ സെക്രട്ടറി ആയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം പാസ്റ്റർ ടോണി തോമസ് അവർകൾ, ട്രഷറായി ചുമതല വഹിക്കുന്ന അജയ് സൈമൺ, ഇവരൊക്കെയും CM മുഖാന്തരം വളർന്നു വന്നവരാണ്. സ്തോത്രം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ നാട്ടിലായിരിക്കുന്ന കാലഘട്ടത്തിൽ കോമൺ ആയിട്ടുള്ള മീറ്റിങ്ങുകൾ കടന്നു ചെല്ലുമ്പോൾ കർത്താവിന്റെ ദാസൻ രാജേഷ് ചാക്കോയുടെ ചെറുപ്പത്തിൽ
സ്തോത്രം. ഞാൻ മീറ്റിങ്ങിൽ കടന്നത് സംബന്ധിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ശുശ്രൂഷിച്ചിരുന്ന കാട്ടത്താനി സഭയിലെ മെമ്പേഴ്സാണ് പാസ്റ്റർ ടോണി തോമസും പ്രിയ അജയ് സൈമണും. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിജു പി ശാമുവേലുമായി യാദൃശ്യമായി സോഷ്യൽ മീഡിയയുടെ കോൺടാക്ട് ചെയ്യാനിടയായി തീർന്നു. കുന്ന സഭയിലെ മെമ്പർ അദ്ദേഹം. പാസ്റ്റർ ബിജു പി ശാമുവേല്, പാസ്റ്റർ റോയ് പി ശാമുവേൽ, എൻ്റെ ഓർമ്മ ശരിയാണ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ നെയിം. ഇന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നു മേക്കടൂർ സഭയിൽ ശുശ്രൂഷിക്കുക. ബിജു പി ശാമുവേൽ വെസ്റ്റ് ബംഗാളിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. അതുപോലെ ഏഴോടി സഭയിലെ ഒരു ഫിന്നി യോഹനാനുണ്ട്. സ്തോത്രം. അങ്ങനെ എൻ്റെ ഓർമ്മയിൽ വന്ന ചിലരുടെ മാത്രം പേരുകളാണ് ഞാൻ ഉദ്ധരിപ്പാനിടയായി തീർന്നത്. സ്തോത്രം. ഞാൻ നാട്ടിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ CMന്റെ പ്രവർത്തനങ്ങൾ വളരെ ആക്റ്റീവായി നിന്ന വ്യക്തികളാണ് ഈ ബിജു പി ശാമുവേല്, ഫിന്നി യോഹന്നാൻ എന്നിവരൊക്കെ വിവിധ കാലഘട്ടങ്ങളിൽ. സ്തോത്രം. ഞാൻ ശുശ്രൂഷിച്ച കാട്ടത്താനി സഭയിലെ CMന്റെ ആക്റ്റീവ് മെമ്പേഴ്സ് ആയിരുന്നു പാസ്റ്റർ ടോണി തോമസ്, പ്രിയ ബ്രദർ അജയ് സൈമൻ അവരൊക്കെയും ഞാൻ ഓർക്കുന്നു. വളരെ ആക്റ്റീവായി CMന്റെ പ്രവർത്തനങ്ങളെ, സൺഡേ സ്കൂളിലെ പ്രവർത്തനങ്ങളെ മുൻപോട്ട് പോകുവാൻ ഉത്സാഹിച്ചിരുന്ന ചെറുപ്പക്കാരവരൊക്കെയും. അതുകൊണ്ട് വിവിധ കാലഘട്ടങ്ങളിൽ ഈ CMൽ പ്രവർത്തിച്ചിരുന്ന, ആക്റ്റീവായിട്ട് അതിൽ പങ്കെടുത്ത അനേക യൗവനക്കാർ ഇന്ന് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നത് ഓർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം, CMന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ലക്ഷ്യം അത് സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇവരൊക്കെയും കർത്താവിന്റെ ശുശ്രൂഷയിൽ ഉപയോഗിക്കപ്പെടുന്നത്. സ്തോത്രം. വിവിധ സാഹചര്യങ്ങളിൽ, വിവിധ ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ, കർത്താവിന്റെ പോർക്കളത്തിൽ അധ്വാനിപ്പാൻ കർത്താവ് ഇവരൊക്കെയും തെരഞ്ഞെടുത്തത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ CM മുഖാന്തരം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ദൈവനാമ മഹത്വത്തിന് മുഖാന്തരമാകുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റ് പല പ്രസ്ഥാനങ്ങളിലും രാഷ്ട്രീയക്കാർ കളിക്കുന്നത് പോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കളിക്കുന്ന അനുഭവങ്ങൾ യൂത്ത് സംഘടനകളുടെ നടുവിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ CMന്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ നാട്ടിലായിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കർത്താവിൽ നിയോഗിതരായവരെ, അതിന് യോഗ്യരായിരിക്കുന്നവരെ ആ സ്ഥാനങ്ങൾ നൽകി, പൊസിഷനുകളാക്കി, ചുമതലകൾ ഏൽപ്പിച്ച് മുൻപോട്ട് പോകുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ആ പ്രവൃത്തികൾ ചെയ്തെടുത്തതും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മുഖാന്തരമാണ് അനേകർ ക്രിസ്തുവിൽ വളരുവാനിടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ റാന്നി സെന്റർ CMന്റെ പ്രവർത്തനങ്ങളെ സർവവല്ലഭനാം ദൈവം വീണ്ടും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ CM മുഖാന്തരം ചെയ്യുന്ന അനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പ്രളയകാലത്ത് കേരളത്തിൽ ചെയ്ത പ്രവർത്തനം ഞാൻ ഓർക്കുന്നു. ഈ കോവിഡ് മഹാമാരി ആരംഭിച്ച സമയങ്ങളിൽ റാന്നി CM സെന്റർ വളരെ ആക്റ്റീവായി, സ്തോത്രം, ചില ചാരിറ്റി വർക്കുകൾക്ക് വേണ്ടി നേതൃത്വം കൊടുത്തത് ഞാൻ ഓർക്കുന്നു. സ്കൂള് തുറക്കുന്ന കാലഘട്ടത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും അനുഭവിക്കുന്ന സ്റ്റുഡൻസിനെ കൈത്താങ്ങൽ കൊടുക്കുവാൻ റാന്നി സെന്റർ CM മുഖാന്തരം ചെയ്ത പ്രവർത്തനങ്ങളെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി, ദൈവിക പദ്ധതിക്ക് വേണ്ടി, പ്ലാനിനു വേണ്ടി, സ്തോത്രം, റാന്നി CM സെന്റർ പ്രവർത്തനങ്ങളെ കർത്താവ് മുൻപോട്ട് നയിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ചുമതല വഹിക്കുന്ന എല്ലാ ഭാരവാഹികൾക്കും, ഇപ്പോൾ ചുമതല വഹിക്കുന്നവർക്ക് മാത്രമല്ല, മുൻപ് ചുമതല വഹിച്ചിരുന്ന, ദൈവനാമ മഹത്വം ലക്ഷ്യമാക്കി സമർപ്പിക്കപ്പെട്ട പ്രവർത്തിച്ച എല്ലാ CM ഭാരവാഹികൾക്കും ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനവും നന്ദിയും അറിയിക്കുന്നു. നിങ്ങളിലൂടെ ദൈവം ചെയ്തെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമ്മുടെ ലക്ഷ്യം കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിയായിരിക്കണം, ദൈവനാമ മഹത്വമായിരിക്കണം. അതിൽ പരമായി മറ്റൊന്നും നമ്മളെ ചിന്തിപ്പാൻ പാടില്ല. ആ ഒരു കാഴ്ചപ്പാടോടെ, സ്തോത്രം, ദൈവിക ശുശ്രൂഷ എന്നുള്ള നിലവാരത്തിൽ ഈ കാര്യങ്ങളെ മുൻപോട്ട് നയിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ എന്നെ ഈ മീറ്റിങ്ങിന് വേണ്ടി കർത്താവദാസൻ പാസ്റ്റർ രാജേഷ് ടാക്കോ വിളിച്ച് പറഞ്ഞ ശേഷം വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പല നല്ല കാര്യങ്ങളും എൻ്റെ ഓർമ്മയിലേക്ക് വരുവാനിടയായി. അതിലൊന്നാണ് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ പാസ്റ്റർ ടോണി തോമസ്
വളരെ സമർപ്പണത്തോടെ കർത്താവിന്റെ ശുശ്രൂഷയിൽ ചെറുപ്പം തൊട്ട് മുൻപോട്ട് വന്ന ഒരു ദൈവ പൈതലാണ്. സ്തോത്രം. ഞാൻ ഓർക്കുന്നു, ഞാൻ കാട്ടത്താനി സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ ആ പ്രിയ കുടുംബം, സ്തോത്രം, ദൈവിക ആരാധനയുള്ള ബന്ധത്തിലും ദൈവിക ശുശ്രൂഷ ബന്ധത്തിലും കാണിച്ചിട്ടുള്ള ആത്മാർത്ഥതകൾ ഞാൻ പലപ്പോഴും പലയിടത്ത് ശുശ്രൂഷിക്കുമ്പോൾ അതിനുശേഷം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനിരുന്ന സഭകളിലെല്ലാം ഞാൻ മുടക്കാതെ നിരന്തരമായി നടത്തി വന്ന ഒരു മീറ്റിംഗ് ഉണ്ട്. സാറ്റർഡേ ഈവനിങ്, എല്ലാ ശനിയാഴ്ച വൈകിട്ടും ഒരാരാധന, സ്തോത്രം, കാത്തിരിപ്പ് യോഗം പോലെ ഒരു മീറ്റിംഗ് ഞാൻ ക്രമീകരിക്കാറുണ്ടായിരുന്നു. ഞാൻ ഇരുന്ന സഭകളിലെല്ലാം ഞാനത് മുടങ്ങാതെ നടത്തിയിട്ടുണ്ട്. കാരണം അതിന്റെ അനുഭവം, അതിന്റെ അനുഗ്രഹം അതിന്റെ അടുത്ത ദിവസത്തെ സഹായത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനിരുന്ന സഭകളിലെല്ലാം ഞാൻ മുടക്കാതെ ആ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. സ്തോത്രം. ഇരുന്ന സഭകളിൽ അനേക ദൈവമക്കൾ വളരെ ഉത്സാഹത്തോടെ ആ മീറ്റിങ്ങിൽ കടന്നു വന്ന് സംബന്ധിക്കാറുണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ പലയിടത്തും എടുത്തു പറയാറുണ്ട്, ഈ കഥാവരദാസൻ പാസ്റ്റർ ടോണി തോമസിന്റെ കുടുംബത്തെ ഓർത്ത്, മാതാവിനെയും പിതാവിനെയും പ്രിയ ടോണിയെയും ഫേബായെ ഓർത്ത് സ്തോത്രം ചെയ്ത് ഞാൻ പലയിടത്തും അനുഭവം പറയാറുണ്ട്. ഞാൻ കാട്ടത്താനി സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ ചില സാറ്റർഡേ ഈവനിങ് മീറ്റിങ്ങുകളിൽ മറ്റ് വിശ്വാസികൾ ആരും പലപ്പോഴും സാങ്കേതിക തടസ്സങ്ങൾ മുഖാന്തരം കടന്നു വരുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കുടുംബം ഒരൊറ്റ സാറ്റർഡേ മീറ്റിംഗ് പോലും മുടക്കാതെ ഞാൻ അവിടെ ആയിരുന്ന കാലഘട്ടത്തിൽ വന്ന് സംബന്ധിച്ച കുടുംബമാണ്. സ്തോത്രം. പിന്നെ കുഞ്ഞുമനച്ചാനെയും അമ്മാമയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരിന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ തലമുറകൾ, ആ മാതാവും പിതാവും മുൻപോട്ട് നയിച്ച ആത്മീക ശുഷ്കാന്തിയോടെ മുൻപോട്ട് പോകുന്നത് കാണുമ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ധാരാളം വിഷയങ്ങളുണ്ട്. ഞാൻ എടുത്തവരെ അനുസ്മരിക്കുവാൻ കാരണം അവർ നിത്യതയിൽ വിശ്രമിക്കുന്നത് കൊണ്ടാണ്. ആ ശുശ്രൂഷയെ സംബന്ധിപ്പാൻ എനിക്ക് കഴിഞ്ഞില്ല, ഞാനിവിടെ ആയിരിക്കുന്നത് കൊണ്ട്. എന്നാൽ പ്രിയ ടോണി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കാലഘട്ടങ്ങളിൽ എന്നോട് ചേർന്ന് പലപ്പോഴും ഞങ്ങൾ അനവധി CM-ന്റെ പ്രവർത്തനങ്ങൾ പല നിലകളിൽ അവിടെ ആയിരിക്കുമ്പോൾ ചെയ്യുവാനിടയായി തീർന്നിട്ടുണ്ട്. അതുപോലെ ബ്രദർ അജയ് സൈമൺ, സ്തോത്രം, ആ കുടുംബത്തെ ഈ സമയം ഞാൻ ഓർത്ത കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതുപോലെ മറ്റ് ദൈവ മക്കൾ, ഇന്ന് ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസന്മാർ എല്ലാവർക്കും ഞാൻ ദൈവത്തെ സ്തുതിക്കൂ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കേണ്ട സമയം മുൻപോട്ട് പോകുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവവചന ധ്യാനത്തിനായി എൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകിയ ഒരു തിരുവചന ഭാഗം വായിച്ച് അല്പം എൻറ്റികൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി വായിപ്പാൻ ആഗ്രഹിക്കുന്നത് 1 പത്രോസിന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ് പ്രാരംഭമായി വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ്. 1 പത്രോസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ മുകളിൽ നിന്ന് വായിക്കുന്നു, അതിന്റെ 7-ാം വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. സ്തോത്രം. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്നു വളരെ വിലമതിക്കപ്പെട്ട, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദൈവവചനമാണിത്. സ്തോത്രം. നിർമ്മലരായിരിപ്പിൻ എന്ന പദപ്രയോഗം ഈ പത്രോസ് ലേഖനത്തിൽ മറ്റ് ചില ഭാഗത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. അതിലൊന്ന് 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യമാണ്. അവിടെ നാം എങ്ങനെ വായിക്കുന്നു? സ്തോത്രം. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. മുന്നറിയിപ്പാണ് ഈ ദൈവവചനം നമുക്ക് നൽകുന്നത്. ഈ 2 ഭാഗത്തും നിർമ്മതരായിരിക്കുക എന്നുള്ള പദം കാണുന്നുണ്ട്. 4-ന്റെ 7 പറയുന്നു, എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാകണം. അടുത്തത് നിർമ്മതരായിരിക്കണം. സ്തോത്രം. 5-ന്റെ 8 നാം കണ്ടു, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം.
ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കറിയാം ഇപ്പോൾ ലൈവിൽ കുറെ പേര് കാണുന്നുണ്ടാകും. ഇതിന് ശേഷം ഈ വീഡിയോ പിന്നീട് അനേകരെ കാണുവാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഇതിന്റെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നു, ഇന്ററപ്ഷൻ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. കുഴപ്പമൊന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഇതിന് മുൻപ് ഇങ്ങനെ ഫേസ്ബുക്ക് ലൈവ് ഞാൻ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഫേസ്ബുക്ക് ലൈവ് ചെയ്യുന്നത്. സൂമിൽ അനേക മീറ്റിങ്ങുകളിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്, ഫോൺ ലൈനിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇന്ന് ഫേസ്ബുക്കിൽ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഇന്ററപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ദൈവത്തിന് സ്തോത്രം. എന്തായാലും ദൈവം നമ്മെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വായിച്ച ദൈവവചന ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഞാൻ മുഖവരയായി സ്തോത്രം സ്നേഹവന്ദനം പറഞ്ഞപ്പോൾ ഉദ്ധരിച്ച ചില പദപ്രയോഗങ്ങളുണ്ട്. യേശുക്രിസ്തുവിനെ വർണ്ണിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ചില കാര്യങ്ങൾ പറഞ്ഞത്. ഞാനതെടുത്ത പ്രാരംഭത്തിൽ പറഞ്ഞത് ഒരു ഭംഗിവാക്കായിട്ട് പറഞ്ഞതല്ല. പ്രത്യേക ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആ പ്രയോഗങ്ങൾ ഞാൻ നടത്തിയത്. കാരണം ഈ കാലഘട്ടം യേശുക്രിസ്തുവിന്റെ നിസ്തുല്യതയെയും അവിടുത്തെ ആധികാരികതയെയും അവിടുത്തെ പരിശുദ്ധിയെയും സ്തോത്രം മറ്റും ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ മനസ്സിലാക്കുവാൻ വേണ്ടി കൂടിയാണ് ആ പ്രയോഗങ്ങൾ ഞാനെടുത്ത് ഉദ്ധരിപ്പാനിടയായി തീർന്നത്. അവൻ മാത്രം നിസ്തുല്യനാണ്. യേശുക്രിസ്തുവിന് തുല്യനായി ലോകത്തിൽ ആരും ഇതുവരെ ജനിച്ചിട്ടില്ല, ഇനിയും ജനിക്കത്തുമില്ല. അവൻ നിസ്തുല്യനായ കർത്താവ്, നിസ്തുല്യനാണ്. അടുത്തത്, അവൻ ഏക സത്യ ദൈവമാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന കാലഘട്ടത്തിൽ സ്തോത്രം ആധികാരികമായി ദൈവവചന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, യേശുക്രിസ്തു ഏക സത്യ ദൈവമാണ്. അവൻ മൂന്ന് ദൈവങ്ങളിൽ ഒരുവനല്ല. തൃത്വത്തെ ചോദ്യം ചെയ്യുന്നതിന് മുൻപിൽ പറയുന്നു, അവൻ ഏക സത്യ ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവനും സ്തോത്രം. അതെ, അവർ ഏക ശരീരമായി രൂപപ്പെടുന്ന അനുഭവം. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നതെന്ന് വിശുദ്ധ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ഏക സത്യദൈവമാണ്. അവൻ ഏക ലോകരക്ഷകനാണ്. ലോകത്തിൽ മറ്റൊരു രക്ഷകനുമില്ല. തിരുവചനം പറയുന്നു, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ ഭൂമിയിൽ മനുഷ്യന് നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശുക്രിസ്തു എന്ന ഏകനാമം മാത്രം. യേശുക്രിസ്തു ഏക രക്ഷകൻ. സ്തോത്രം. അടുത്തത്, അവൻ ഏക പാപമോചകനാണ്. പാപം മോചിപ്പാൻ മനുഷ്യപുത്രനായ യേശുക്രിസ്തുവിനല്ലാതെ ലോകത്തിൽ മറ്റാർക്കും അധികാരമില്ല. ലോകത്തിൽ ആരും ഇതുവരെ അവകാശപ്പെട്ടിട്ടുമില്ല തങ്ങൾക്ക് പാപം മോചിപ്പാൻ കഴിയുമെന്ന്. എന്നാൽ യേശു തന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ അനേകരുടെ പാപങ്ങൾ മോചിച്ചു കൊടുക്കുവാനിടയായി. ഇന്നും സ്തോത്രം ജനകോടികളുടെ പാപങ്ങൾ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് അവർ പാപമോചനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അവൻ ഏക മധ്യസ്ഥനാണ്. വേറൊരു മധ്യസ്ഥനും ഇല്ല. ഇന്ന് ലോകത്തിൽ അനേക മധ്യസ്ഥന്മാരെ പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കാറുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഞാനും ആ ഒരു പശ്ചാത്തലത്തിൽ വളർന്നു വന്നവന്. എന്നാൽ തിരുവചനം പരിശോധിച്ചപ്പോൾ മനസ്സിലായി, ദൈവത്തിന് സ്തോത്രം, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുപടിയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ, ആ ദൈവപുത്രൻ യേശു ക്രിസ്തു മാത്രമാണ് ഏക മധ്യസ്ഥൻ എന്ന ആധികാരികമായ ദൈവവചനം പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഇതിന്റെ റഫറൻസ് എടുത്ത് പറയാതെ വചനങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുവിടുന്ന സമയത്തിന് ചുരുക്കത്തര. എന്നാൽ ദൈവത്തിന് സ്തോത്രം, എന്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഈ വിഷയങ്ങൾ എനിക്ക് അവതരിപ്പിക്കാൻ സമയം അനുവദിക്കത്തില്ല റഫറൻസ് സഹിതം പോയാൽ. അതുകൊണ്ട് വചന ഉദ്ധരണികൾ ഞാൻ പറഞ്ഞുവിടുക മാത്രമാണ് ചെയ്യുന്നത്. സ്തോത്രം. അടുത്തത്, അവൻ ഏക പരിശുദ്ധനാണ്. ലോകത്തിൽ മറ്റൊരു പരിശുദ്ധനുമില്ല. ലോകത്തിൽ വേറൊരു പരിശുദ്ധനും ഇല്ല. ലോകത്തിൽ അനേകർ ക്രൈസ്തവ സമൂഹങ്ങൾ മറ്റു പലരെയും പരിശുദ്ധരെന്ന് സംബോധന ചെയ്യുന്നത് ദുഃഖകരമെന്നേ പറയാൻ പറ്റൂ. കാരണം വെളിപ്പാട് പുസ്തകം വ്യക്തമായി വിളിച്ചു പറയുന്നു, നീയല്ലോ ഏക പരിശുദ്ധൻ. സ്തോത്രം. നീയല്ലോ ഏക പരിശുദ്ധൻ. അതിന്റെ അർത്ഥം വേറൊരു പരിശുദ്ധൻ ഇല്ലവേ ഇല്ല. യേശുക്രിസ്തു എന്ന ഏക പരിശുദ്ധൻ. ഒരു മനുഷ്യനും പരിശുദ്ധൻ എന്ന നാമം
തന്റെ മേലെടുക്കുവാൻ ഏതെങ്കിലും ഒരു മനുഷ്യനെ ചാർത്തിക്കൊടുക്കുവാൻ അവകാശം ഇല്ലവേയില്ല. ദൈവം ഒരുവൻ മാത്രമാണ് പരിശുദ്ധൻ. സ്തോത്രം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വിശുദ്ധന്മാരില്ലേ? യെസ്, ബൈബിളിൽ വിശുദ്ധന്മാരുണ്ട്. അതേതെങ്കിലും മനുഷ്യർ ആരെങ്കിലും വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതല്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനവും വീണ്ടെടുപ്പും പ്രാപിച്ച യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച്, സ്തോത്രം, തങ്ങളുടെ ഹൃദയത്തിൽ അവരെ രക്ഷകനായി അംഗീകരിച്ച് രാജാദി രാജാവും കർത്താവുമായി അംഗീകരിച്ച, സ്തോത്രം, ദൈവിക പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിപ്പാൻ സമർപ്പിക്കപ്പെട്ട ഓരോ ക്രിസ്തീയ വിശ്വാസിയും വിശുദ്ധ ബൈബിൾ വിളിക്കുന്നത് വിശുദ്ധനെന്നാണ്. ഏതെങ്കിലും മനുഷ്യർ വിശുദ്ധനെന്ന നാമകരണം ചെയ്തതല്ല, ദൈവം അവരെ വിശുദ്ധീകരിച്ച് വിശുദ്ധനെന്ന് വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യന് വിശുദ്ധനെന്ന നാമകരണം സ്വീകരിപ്പാൻ തിരുവചനം അനുവാദം കൊടുത്തിട്ടുണ്ട്. അത് ദൈവം അവരെ വിശുദ്ധീകരിക്കുന്നതാണ്. ഏതെങ്കിലും മനുഷ്യൻ ആ പദവിയും സ്ഥാനവും തരുന്നതല്ല. ദൈവം അവരെ വിശുദ്ധീകരിച്ച് വിശുദ്ധരെന്നും വ്രതന്മാരെന്നും ഒക്കെ വിളിക്കുന്നതാണ്. എന്നാൽ പരിശുദ്ധൻ എന്ന നാമത്തിന് ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചത്, നീയല്ലോ ഏക പരിശുദ്ധൻ, മറ്റൊരു പരിശുദ്ധനും ഇല്ല. സ്തോത്രം. അടുത്തത്, അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ളവനാണ്. ഇന്നും അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. യേശു ക്രിസ്തു പ്രവർത്തിക്കുന്നത് പോലെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ആരും തന്നെ ലോകത്തിൽ ഇല്ലവേയില്ല. സ്തോത്രം. തന്റെ പരശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ ധാരാളം തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്ന് യേശുക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിക്കുന്ന ഭക്തന്മാർ ധാരാളം അത്ഭുതങ്ങൾ കാണുന്നവരാ. സ്തോത്രം. അത്ഭുതമെന്ന് പറയുന്നത് നമുക്ക് അത്ഭുതമെന്ന് തോന്നുന്നതാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒന്നും അത്ഭുതമല്ല. സ്തോത്രം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാനും നിങ്ങളും ഈ നിമിഷം ജീവിക്കുന്നത് തന്നെ ഒരു ദൈവത്തിന്റെ അത്ഭുതങ്ങളുടെ പ്രവൃത്തിയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളുടെ സാക്ഷിയാണ് നാം എല്ലാം. റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ എന്റെ സാക്ഷികളാണ്. സ്തോത്രം. ഇതിനെ തന്നെ ഞാൻ നിങ്ങളെ നിർത്തിയിരിക്കുന്നു. നിന്നിൽ എന്റെ ശക്തി വെളിപ്പെടേണ്ടതിനും എന്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ തന്റെ സാക്ഷികളാക്കി നിർത്തിയിരിക്കുകയാണ്. അവന്റെ മഹിമ കണ്ട സാക്ഷികളാക്കി. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഈ ദൈവവചനം ശ്രവിക്കുന്ന സകല ദൈവമക്കളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദൈവത്തിന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ, വിവിധ സ്തോത്രം മേഖലകളിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവൻ. അതുകൊണ്ട് തിരുവചനം പറയുന്നു, അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്ന 1-ാം അധ്യായത്തിൽ, ഇരിക്കുന്നവനും ഇരുന്നവനും അവർ വീണ്ടും വരുന്നവനുമാണ്. ഇരിക്കുന്നവനും ഇരുന്നവനും വീണ്ടും വരുന്നവനുമായ യേശുക്രിസ്തു തനിക്കായി കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർപ്പാൻ എത്ര വേഗം, സ്തോത്രം, മടങ്ങി വരുന്ന യേശുക്രിസ്തുവിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ വചനഭാഗങ്ങൾ ആദ്യം ഉദ്ധരിച്ച് പറഞ്ഞത്, സ്തോത്രം, വിശദീകരിക്കാൻ സമയമില്ല, എന്റെ വിഷയം എന്ന് അതല്ല. എന്നാൽ തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർപ്പാൻ യേശു വേഗം വരുന്നത് കൊണ്ട് ഞാൻ ആദ്യം വായിച്ച വചനഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടിവെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. 4:7 സ്തോത്രം, നിർമ്മതരായിരിപ്പീൻ. സ്തോത്രം. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കണം. നിർമ്മതരായിരിക്കുക എന്ന് പറഞ്ഞാൽ ജാഗരൂകരായിരിക്കുക, ഉണർന്നിരിക്കുക. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, കർത്താവിന്റെ വരവും, സ്തോത്രം, ആ നാളും നാഴികയെ സംബന്ധിച്ച് പിതാവ് ദൈവമല്ലാതെ മറ്റാരും അറിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. പരീക്ഷയിലകപ്പെടാതിരിക്കാൻ സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ ഉണർന്നിരിക്കേണ്ട കാലഘട്ടമായത്. എന്നാൽ ഉണർന്നിരിക്കേണ്ട ദൈവത്തിന്റെ മക്കളെ വഴിതെറ്റിച്ച് കളയുവാൻ
മുഴുവനത്തോടെ സാത്താൻ ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും എത്തിപ്പെട്ട് നിൽക്കുന്നത്. ഇന്ന് പകരം അതിന്റെ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് ഞാൻ ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്നത്. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, അതുകൊണ്ട് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 12-ാം അധ്യായം 12-ാം വാക്യം. സ്തോത്രം. ഒരുപക്ഷെ ദൈവവചനം ശരിയായി പഠിച്ചിട്ടുള്ള ദൈവദാസന്മാർ ചിന്തിപ്പാൻ സാധ്യതയുണ്ട്. സ്തോത്രം. ഇന്നത്തെ കാലഘട്ടത്തോടുള്ള ബന്ധത്തിലുള്ളത് അല്ലല്ലോ ആ തിരുവചനം. എന്നാൽ ഈ കാലഘട്ടത്തിലുള്ള ബന്ധത്തിലും പ്രസക്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തിരുവചന ഭാഗം അതിങ്ങനെയാണ്. ആകയാൽ സ്തോത്രം, സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം എടുത്ത വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 12-ന്റെ-12. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. സ്തോത്രം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ പിശാച് ഈ ഭൂമിയിൽ പ്രവർത്തിപ്പാനുള്ള ഒരു കാലഘട്ടമുണ്ട്. ദൈവം അതിന്റെ സമയപരിധി നിശ്ചയിച്ച് കൽപ്പിച്ചിട്ടുണ്ട്. അത് തിരുവചനം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ അതിലേക്ക് ഇന്ന് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വിഷയം ഇതാണ്, അവനെ പ്രവർത്തിപ്പാൻ അല്പകാലമേ ഉള്ളൂവെന്ന് നമ്മേക്കാൾ ഉപരിയായി അവൻ അറിയാം. സ്തോത്രം. ദൈവവചനം പഠിക്കുന്ന ദൈവമക്കൾക്ക് പിശാചിന്റെ പ്രവർത്തനങ്ങളെയും അവന്റെ പദ്ധതികളെ കുറിച്ചൊക്കെ അറിയാം. അതുകൊണ്ടാണ് തിരുവെഴുത്ത് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. സാത്താന്റെ തന്ത്രങ്ങളെ ദൈവമക്കൾ അറിയണം. ദൈവത്തിന് സ്തോത്രം. അവൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ അറിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിന് സ്തോത്രം അവൻ നമ്മളെ തോൽപ്പിക്കാതിരിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടം ഈ വിഷയത്തോട് ബന്ധത്തിൽ വളരെ പ്രസക്തം. നമ്മൾ ഉണർന്നിരിക്കേണ്ട കാലഘട്ടമാണ്, ജാഗരൂകരായിരിക്കേണ്ട കാലഘട്ടമാണ്. സ്തോത്രം. അവനെ പ്രവർത്തിപ്പാൻ അല്പസമയമുള്ളതെന്ന് മനസ്സിലാക്കി മുഴുവനത്തോട് ലോകമെമ്പാടും അവൻ പ്രവർത്തിക്കുന്ന നാളുകളാ നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ എവിടെ നോക്കിയാലും അത് മനസ്സിലാക്കുവാൻ കഴിയും. ഈ കോവിഡ് എന്ന മഹാമാരി ലോക ചരിത്രത്തിൽ മനുഷ്യ സമൂഹത്തിന് ഒരു ഭീതി വിഷയമായി സ്തോത്രം നിൽക്കുമ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജനത്തെ ഉപദ്രവിച്ച മനുഷ്യ സമൂഹത്തിന് നാശം വരുത്തുവാൻ, നശിപ്പിച്ചു കളയുവാൻ, ഉന്മൂലനം ചെയ്യുവാൻ, അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വന്ന കള്ളനായ സാത്താൻ മുഴുവനത്തോടെ ലോകമെമ്പാടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. തിരുവചനം പറയുന്നു, കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാനായി അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. സ്തോത്രം. വ്രതന്മാരെയും തെറ്റിപ്പാൻ ശത്രു പ്രവർത്തിക്കുന്ന നാളുകൾ. അതുകൊണ്ട് സാത്താന്റെ കെണിയിലും കുടുക്കിലും വലകളിലും അകപ്പെട്ടു പോകാതെ സ്തോത്രം സൂക്ഷ്മതയോടും ഉണർവോടെയും ജാഗ്രതയോടും ദൈവമക്കളായിരിക്കേണ്ട അനിവാര്യതയായി തിരുവചനം ഉപദേശിക്കുകയാണ്, നമ്മളെ ഓർപ്പിച്ചുണർത്തുകയാണ്. സ്തോത്രം. ആകയാൽ എല്ലാറ്റിനെയും അവസാനം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം, നിർബന്ധരായിരിക്കണം. വീണ്ടും സ്തോത്രം. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തെരഞ്ഞ് ചുറ്റി നടക്കുന്നു. ശത്രു ഒരുക്കുന്ന വലകൾ ധാരാളമാണ്, കെണികൾ ധാരാളം. നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. സാത്താൻ ഒരിക്കൽ നേരിട്ട് വന്ന് ഞാൻ പിശാചാണെന്നും പറഞ്ഞ് ഒരു മനുഷ്യന് സമീപം നിൽക്കത്തില്ല. അങ്ങനെ വന്നാൽ അവനെ ആരാധിക്കുന്ന ഒത്തിരി പേര് ലോകത്തുള്ളത് സത്യമാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ വ്യക്തമായി സാത്താൻ പ്രത്യക്ഷപ്പെട്ടാൽ ഒരിക്കലും അവനെ അംഗീകരിക്കത്തില്ല. സ്തോത്രം. എന്നാൽ തന്ത്രശാലിയായ സാത്താൻ തന്ത്രരൂപേണ ലോകമെമ്പാടും മനുഷ്യരെ അവന്റെ ബന്ധനത്തിൽ അകപ്പെടുത്തി നിത്യ നരകത്തിലേക്ക് കൊണ്ടുവരിക്കുന്ന കാലഘട്ടമായത്. എന്തിന് കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാനായി, കർത്താവിന് വേണ്ടി വേർതിരിയപ്പെട്ട വിശുദ്ധ സമൂഹത്തെ പോലും വഴിതെറ്റിച്ച് കളയുവാൻ, അവരുടെ ലക്ഷ്യപ്രാപ്തിയിൽ നിന്ന് അവരെ നശിപ്പിച്ചു കളയുവാൻ കെണികൾ ഒരുക്കുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളുടെ മുൻപിൽ ദൈവമക്കൾ ജാഗരൂകരായിരിക്കേണ്ട കാലഘട്ടമായത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ സമയം മുൻപോട്ട് പോകുന്നല്ലോ, ഞാൻ ഓർപ്പിക്കട്ടെ. ലോകമെമ്പാട് ശത്രു കെണികൾ ഒരുക്കിയിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ ഞങ്ങൾ കെണി പൊട്ടി വഴുതി പോന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ സാത്താന്റെ കെണിയിൽ നിന്ന് കെണി പൊട്ടി വഴുതി പോകുന്നവരാകണം.
ലോകത്തിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇന്നൊരു വലയിൽ കുരുക്കപ്പെട്ട് കിടക്കുകയാണ്. സ്തോത്രം. ഞാൻ ഉൾപ്പെടെ നാം എല്ലാം ഒരു വലയിൽ ഉൾപ്പെട്ട് നിൽക്കുകയാണ്. സ്തോത്രം. ഇന്റർനെറ്റ് എന്ന സംവിധാനം ഒരു വലയാണെന്ന് നമുക്കറിയാം. ഇതിലൂടെ മനുഷ്യ സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിച്ചു കളയുവാൻ ശത്രു ഒരുക്കുന്ന കെണികൾ ധാരാളമാണ്. ഈ വലയിൽ അവൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ചതിക്കുഴികൾ ധാരാളമാണ്. അത് ദൈവമക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്തോത്രം. ഞാൻ പറയാം, നമ്മളെല്ലാം വാട്സപ്പ് ഉപയോഗിക്കുന്നവരാ. ഇന്ന് രാവിലെ ഞാൻ ചിന്തിച്ചൊരു വിഷയമാണ്. സ്തോത്രം. നാം അത്യാവശ്യത്തിന് ഒരാളെ വിളിക്കുവാൻ ഫോൺ കയ്യിലെടുക്കുന്നു, ഫോൺ ഓപ്പൺ ചെയ്യുന്നു. സ്തോത്രം. പെട്ടെന്ന് ഒരു വാട്സപ്പ് മെസ്സേജ് പ്രത്യക്ഷപ്പെടുന്നു. സ്തോത്രം. ഞാൻ ഉൾപ്പെടെ നമ്മെല്ലാവരും അത് ചെയ്യുന്നവരാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പൊ എന്താണെന്നറിയാം, പെട്ടെന്ന് ആ വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യും. വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതൊരു പക്ഷേ നമ്മെ ആകർഷിക്കുന്ന ഒരു മെസ്സേജ് ആയിരിക്കും അതിലുള്ളത്. അത് നോക്കുന്നു, ഉടനെ അടുത്തൊന്ന് നോക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ വാട്സപ്പ് മെസ്സേജ് നോക്കിപ്പോകും. വിളിക്കാൻ ഉദ്ദേശിച്ചയാളെ ഉടനെ വിളി നടക്കത്തില്ല. സ്തോത്രം. ഒരു കെണിയായി. ഇതുപോലെ മനുഷ്യനെ അവന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് കളയുന്ന കെണികൾ ലോകത്തിൽ എവിടെ നോക്കിയാലും ശത്രു ഒരുക്കി വെച്ചിരിക്കുക. സ്തോത്രം. സോഷ്യൽ മീഡിയ, ഞാൻ പറഞ്ഞല്ലോ, ഫേസ്ബുക്ക് ഇന്ന് ലോകത്തിൽ നല്ല ശതമാനം ആൾക്കാർ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക്, ട്വിറ്റർ, മറ്റനവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് ആദ്യമായിട്ടാ ഇങ്ങനെ ലൈവ് വീഡിയോ ഫേസ്ബുക്കിൽ ചെയ്യുന്നു. സ്തോത്രം. ഫേസ്ബുക്കിൽ എനിക്ക് അക്കൗണ്ട് ഉണ്ട്. അതല്ല, വളരെ ആക്റ്റീവായിട്ടൊന്നും ഈ നാളുകളിൽ ഞാൻ ആയിരിക്കുന്നത്. സ്തോത്രം. ചില സമയത്ത് അത്യാവശ്യം ജസ്റ്റ് ഒന്ന് കയറി കാര്യങ്ങൾ വല്ലതും നോക്കും, അത്രമാത്രം. പ്രൈസല്ലോ. എന്നാൽ ചിലർ ഇതിൽ മാത്രം സമയം ചെലവഴിച്ച് കഴിയുന്നവരുണ്ട്. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഈ വിധ സോഷ്യൽ മീഡിയകളൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഉപയോഗിക്കാൻ തെറ്റാണെന്നോ പാപമാണെന്നോ കരുതുന്ന കൂട്ടത്തിലല്ല ഞാൻ. പക്ഷെ ദൈവം ഇത് നൽകിയിരിക്കുന്നത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയാ. സ്തോത്രം. ഇതിന് പിൻപിൽ ശത്രു വലിയൊരു കെണി ഒരുക്കി കാത്തിരിക്കുന്നുണ്ട്. അത് ദൈവമക്കളെ മനസ്സിലാക്കണം. CM മെമ്പേഴ്സായ പ്രിയപ്പെട്ടവർ, എന്നെ ഈ സ്തോത്രം മാധ്യമത്തിലൂടെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, ഇത് ശത്രുവിന് വലിയ കെണിയാണ്. കാരണം ഇന്ന് പലരുടെയും ജീവിതത്തിൽ ദൈവവചന ധ്യാനമില്ല, വചനം വായിക്കുവാൻ സമയമില്ല, പ്രാർത്ഥിപ്പാൻ സമയമില്ല, ആരാധിപ്പാൻ സമയമില്ല. ഇന്ന് ഈ കോവിഡായതിന്റെ നിമിത്തം ആരാധനാലയങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചർച്ചിൽ പോകാൻ പലർക്കും കഴിയുന്നില്ല. സ്തോത്രം. നമുക്കറിയാം, ചർച്ചകളെല്ലാം അടച്ചിട്ടിരിക്കുക. എന്നാൽ ആ സമയം വേർതിരിച്ച് പ്രാർത്ഥിപ്പാൻ എത്ര പേര് സമയം വിനിയോഗിക്കുന്നുണ്ട്? ദൈവവചന ധ്യാനത്തിന് എത്ര പേര് സമയം വിനിയോഗിക്കുന്നുണ്ട്? ഇന്ന് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. സ്തോത്രം. സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലും വാട്സപ്പിലും മറ്റ് സോഷ്യൽ മീഡിയയിലും സമയം ചെലവഴിക്കുന്നതിന്റെ എത്ര ശതമാനം ഒരു ക്രിസ്തീയ വിശ്വാസി ദൈവവചന ധ്യാനത്തിനായി, പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുന്നുണ്ട്? അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞത് ശത്രു ഒരുക്കിയിരിക്കുന്ന വലിയൊരു കെണിയാണ്, പിശാചിന്റെ വലിയൊരു കെണിയാണ്. അതുകൊണ്ട് സഭയെ കഴിയുന്നവരുടെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുക. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് സ്തോത്രം അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഏത് ഉയർച്ചയെയും ഇടിച്ചു കളയും. സ്തോത്രം. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഏത് ഉയർച്ചയെയും ഇടിച്ചു കളയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി സംഭരിക്കപ്പെട്ടവരായി, ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിലനിൽക്കുന്നവരായി, ആത്മീയ കാഴ്ചപ്പാടോടെ സാത്താന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി, സ്തോത്രം, എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കാൻ സ്തോത്രം. ഇന്ന് ഈ മെസ്സേജിലൂടെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന ആശംസയോടെ, പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച സ്തോത്രം റാന്നി CM സെന്ററിന്റെ എല്ലാ ചുമതലപ്പെട്ടവരോടും ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ നന്ദിയെ കർത്താവിന്റെ നാമത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
ദൈവം നമ്മയെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി ഒരുങ്ങി അവന്റെ മധ്യാകാശ വരവിങ്കിൽ എടുക്കപ്പെടുവാൻ എന്നെ ശ്രമിക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ വരണമേ. ആമേൻ.